വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് പിന്നീടെന്ന് പോലീസ് അറിയിച്ചു. അഫാന്റെ ഡിസ്ചാർജിൽ നിന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ആഷിഖ്, എന്താണ് വിശദാംശം? അല്പനേരം മുമ്പാണ് മെഡിക്കൽ കോളേജിലെത്തി വെഞ്ഞാറമൂട് പോലീസ് അഫാന്റെ രണ്ടാമത്തെ കേസിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യഘട്ടത്തിൽ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കേസായ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലുള്ള അറസ്റ്റാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം മെഡിക്കൽ കോളേജിൽ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഒരു കേസിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് SN പുരത്ത് വെച്ച് ഇത് സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയ കേസിലാണ്. ഇത് പിന്നീട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് വെഞ്ഞാറമൂട് പോലീസ് തന്നെയാണ്. ഇതിൽ 3 കേസുകളിലാണ് ഈ കൂട്ടക്കൊലയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. അതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം കോടതിയുടെ അനുവാദപ്രകാരം അഫാനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതിന് ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാകണം. എന്നാൽ മെഡിക്കൽ ബോർഡ് കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്ത ശേഷം മാത്രമേ അഫാനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിലവിൽ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സെല്ലിലാണ് അഫാൻ ഉള്ളത്. ഡിസ്ചാർജ് ചെയ്ത ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതേസമയം ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാനെ ഡിസ്ചാർജ് ചെയ്യുന്നത് വൈകും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. നിഷാദ്.